ആകാശം പതിവിലധികം ഇരുണ്ടിരുന്നു. പക്ഷേ ആ വീട്ടിലെ വൈദ്യുതി വിളക്കിൽ നിന്നും വരുന്ന പ്രകാശം ഇരുട്ടിനെ വകഞ്ഞുമാറ്റിയിരുന്നു. എന്നാൽ സിന്ധുവിന്റെ മുറി മാത്രം ഒരിരുട്ടറ പോലെ നിശ്ചലമാണ്. തലയ്ക്കുള്ളിൽ ആരോ കൂടം കൊണ്ട് ആഞ്ഞടിക്കുന്നതുപോലെ. അസഹനീയമായ വേദന. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകിടന്നു. ഇന്നെന്താ നീ നേരത്തെ കിടന്നോ? അപ്പോ അടുക്കളയിലെ ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ഞാൻ ചെയ്യണോ? രമേശേട്ടാ, എനിക്ക് തീരെ വയ്യ. നല്ല തലവേദന. എനിക്കൊന്ന് കിടന്നാ മതി. ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാ മതി. ഞാനൊന്ന് കിടന്നോട്ടെ പ്ലീസ്. ആ ലൈറ്റൊന്ന് ഓഫാക്കൂ. ആഹാ, ഇന്ന് തലവേദനയാണല്ലേ? കൊള്ളാം. എന്നും ഓരോരോ വേദനയുണ്ടല്ലോ പണിയെടുക്കാതിരിക്കാനുള്ള കാരണമായിട്ട്. ഇന്ന് തലവേദനയാണെങ്കിൽ നാളെ വയറുവേദന, മറ്റന്നാൾ നടുവേദന. കഷ്ടം തന്നെ. നീ ആ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ നോക്ക്. അവരും വീട്ടിലെ പണി കഴിഞ്ഞ് തന്നെയാ ജോലിക്ക് പോകുന്നേ. അവരാരും ഇങ്ങനെ വൈകുന്നേരം വന്ന് വയ്യാന്ന് പറഞ്ഞ് കിടക്കില്ല. നിന്റെ അസുഖത്തിന്റെ പേര് മടി എന്നാണ്. അവർക്ക് കിട്ടുന്ന സ്നേഹവും പരിഗണനയൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ ഏട്ടാ. ഞാനൊന്ന് വീണുപോയാ ഒരാള് പോലും എന്നെ താങ്ങാനില്ല. നീ വലിയ സെന്റിമെന്റ്സ് ഒന്നും ഇറക്കണ്ട. വേഗം പോയി അടുക്കള വൃത്തിയാക്കാൻ നോക്ക്. ഓരോ അടവും പറഞ്ഞു കിടക്കാതെ. തന്റെ ജീവിതം ഇങ്ങനെ യന്ത്രാത്മകമായി നീങ്ങുന്നു. എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടും തനിക്കെന്താണ് ഇങ്ങനെയൊരു വിധി? ആ മനോവേദന ഇപ്പോൾ അനുഭവിക്കുന്ന തലവേദനയേക്കാൾ അസഹനീയമാണ്. പിറ്റേന്ന് രാവിലെയും അവളുടെ ജീവിതം ടൈം ടേബിൾ പോലെ തന്നെ നടന്നു. തലവേദന എങ്ങനെയുണ്ട് നിനക്ക്, കുറവുണ്ടോ എന്നുള്ള ചോദ്യമൊന്നും ആരിൽ നിന്നും അവൾക്ക് ലഭിച്ചില്ല. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു നടന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കയറുമ്പോഴും അവളുടെ തലവേദന വിട്ടുമാറിയിരുന്നില്ല. ഓഫീസിലെത്തി കമ്പ്യൂട്ടർ സ്ക്രീനിലെ അക്ഷരങ്ങൾ കാണുമ്പോൾ സിന്ധുവിന്റെ കണ്ണുകളിൽ തളർച്ച അനുഭവപ്പെട്ടു. തലവേദന ഒരു അഗ്നിപർവ്വതം പോലെ ഉള്ളിൽ പുകയുന്നുണ്ട്. അവളുടെ സുഹൃത്ത് മീര അരികിൽ വന്നു ആശ്വസിപ്പിച്ചു. സിന്ധു, നിന്റെ മുഖം കണ്ടിട്ട് വയ്യല്ലോ. നീത് വെറുതെ വിടരുത്. ഇന്ന് തന്നെ നീയൊരു ഡോക്ടറെ കാണിച്ചേ പറ്റൂ. ശരിയാണ്, ഡോക്ടറെ കാണാതെ രക്ഷയില്ല. ഇനി കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ താൻ തലവേദനിച്ചു മരിച്ചുപോകും. അവൾ രണ്ടും കൽപ്പിച്ചു ഹോസ്പിറ്റലിലേക്ക് ബസ് കയറി. ഡോക്ടറെ കണ്ട് തന്റെ ബുദ്ധിമുട്ടുകളെല്ലാം വിവരിച്ചപ്പോൾ ഡോക്ടർ ഗൗരവത്തിൽ അവളെ നോക്കി. ഇത് മൈഗ്രെയിൻ തന്നെയാ. പക്ഷേ നമുക്കുറപ്പിക്കാൻ ഒരു MRI സ്കാൻ വേണം. വരുമ്പോ ഒറ്റയ്ക്ക് വരണ്ട, ഭർത്താവിനെയും കൂട്ടി വരൂ. ആശുപത്രിയിൽ നിന്ന് വന്ന സിന്ധു ഒരു ചായ വെച്ചു കുടിച്ചു. അവളുടെ ദിനചര്യകൾ പിന്തുടരുന്നു. രമേശേ, ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇത് മൈഗ്രെയിനാണ്, അത്ര നല്ല ലക്ഷണമല്ലെന്നാ. ഒരു MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. നാളെ എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? സ്കാനോ? നിന്റെ വീട്ടുകാർക്ക് പാരമ്പര്യമായുള്ളതാ ഈ തലവേദന. ഇതിന് മരുന്നില്ല. വെറുതെ സ്കാനിംഗ് എന്നും പറഞ്ഞ് പണം കളയേണ്ട യാതൊരു കാര്യവുമില്ല. തലവേദന വന്നാൽ ഒരു ഗുളിക എടുത്ത് കഴിക്കുക, അത്ര തന്നെ. രമേശ് ഉറങ്ങിയ ശേഷം സിന്ധു കുറേ നേരം കരഞ്ഞു. എന്തൊക്കെയോ കുറെ ആലോചിച്ചു കൂട്ടി. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. അലമാരിയിലെ പഴയ ഒരു പെട്ടി തുറന്നു. പൊടി പിടിച്ച ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും. കോളേജ് കാലത്തെ മിടുക്കിയായ സിന്ധുവിനെ അവൾ അവിടെ കണ്ടു. വിവാഹശേഷം അവൾ ഉപേക്ഷിച്ച അവളുടെ സ്വപ്നങ്ങൾ. ഇന്നെല്ലാം അത് വെറും പഴയ കടലസുകൾ മാത്രം. അവൾ ആ സർട്ടിഫിക്കറ്റുകൾ നെഞ്ചോട് ചേർത്തു. അവളുടെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം മിന്നിമറഞ്ഞു. പിറ്റേന്ന് സിന്ധു ഒറ്റയ്ക്ക് സ്കാൻ ചെയ്യാൻ പോകാൻ തീരുമാനിച്ചു. മൈഗ്രെയിൻ തന്നെയാണ്, മരുന്നുണ്ട്, അത് കൃത്യമായി കഴിക്കണം. ഡോക്ടറുടെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങുന്നു. മരുന്നിനേക്കാൾ പ്രധാനം നിന്റെ മനസ്സിന്റെ സമാധാനമാണ്. സ്ട്രെസ് ഒഴിവാക്കൂ, നിനക്കുവേണ്ടി ജീവിക്കൂ. അവൾ നേരെ പോയത് കടൽത്തീരത്തേക്കാണ്. തിരമാലകളുടെ താളം കേട്ട് അവൾ അവിടെ ഇരുന്നു. കാപ്പിയുടെ മണമുള്ള കഫേയിലിരുന്ന് അവൾ ഒരു ക്യാപ്പിച്ചീനോ കുടിച്ചു. തനിയെ സമയം ചെലവഴിച്ചു. ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു, ഞാൻ എനിക്കുവേണ്ടി കൂടി ജീവിക്കേണ്ടവളാണ്. അന്ന് വൈകിട്ട് വീട്ടിൽ വൈകിയെത്തിയ സിന്ധുവിനു നേരെ രമേശ് ആക്രോശിക്കുന്നു. പക്ഷെ അവൾ നിശബ്ദയായിരുന്നില്ല. പകരം ശാന്തതയോടെ അവനെ നേരിട്ടു. വൈകിയാണെങ്കിലും സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത അവളെ അയാൾ അഹങ്കാരിയെന്ന് മുദ്രകുത്തി മനഃപൂർവ്വം അവഗണിക്കാൻ തുടങ്ങി. അവളുടെ സാമീപ്യം അയാൾക്ക് അസഹനീയമായി തോന്നി. പക്ഷെ അവൾ തളർന്നില്ല. അവൾക്ക് നേരെ അയാൾ എറിയുന്ന ഓരോ കല്ലിനെയും അവൾ സ്വയം വളർത്താനുള്ള അടിത്തറയായി ഉപയോഗിച്ചു. അവൾ പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. വ്യായാമം ചെയ്യാൻ തുടങ്ങി. വീട്ടുപണികൾക്കിടയിൽ ഹെഡ്സെറ്റിലൂടെ പ്രിയപ്പെട്ട സംഗീതം കേട്ടു.
മകൾ അമ്മയുടെ കൂടെ ഒഴിവു സമയങ്ങളിൽ അടുക്കളപ്പണികളിൽ സഹായിച്ചു. അവളുടെ നല്ല സുഹൃത്തുക്കളോടൊത്ത് കുറച്ചു സമയം പുറത്തു ചിലവിടാൻ തുടങ്ങി. പണ്ടത്തെപ്പോലെ ധാരാളം വായിക്കാനും ശ്രദ്ധിച്ചു. കുറേ നാളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചെറിയൊരു സംരംഭം അവൾ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഹോം മെയ്ഡ് അച്ചാർ. പ്രതീക്ഷിച്ചതിലും അപ്പുറം സൂപ്പർമാർക്കറ്റുകളിൽ അവ വിറ്റു തുടങ്ങി. ഇതെല്ലാം മൗനമായി വീക്ഷിക്കുന്ന രമേശിന്റെ ദേഷ്യത്തിനു മുന്നിൽ അവൾ കുലുങ്ങിയില്ല. അവൾ വീണ്ടും തന്റെ ഇഷ്ടങ്ങളോടൊത്ത് മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. വിവാഹത്തിനു മുൻപ് ധാരാളം എഴുതിയിരുന്ന അവളുടെ പേനയുടെ മുനമ്പ് പുതുമോടിയിൽ തന്നെ രമേശ് ഒടിച്ചു കളഞ്ഞിരുന്നു. അവൾ വർഷങ്ങൾക്കു ശേഷം വീണ്ടും എഴുതി തുടങ്ങി. ഏതൊക്കെ രീതിയിൽ സ്വതന്ത്രയായാലും ഒരു സ്ത്രീ എന്തായാലും ആർജിച്ചെടുക്കേണ്ട ഒരു വിദ്യയാണ് ഡ്രൈവിംഗ്. അവൾ പലപ്പോഴും രമേശിന്റെ ഔദാര്യത്തിനായി കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, അപമാനപ്പെട്ടിട്ടുണ്ട്. ഇനി ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. അവൾ അടുത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി 2 വീലർ ക്ലാസ്സിന് ചേർന്നു. ആ നിശ്ചയദാർഷ്ട്യം അവളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഒരു വണ്ടി അതവൾക്ക് അത്യാവശ്യമായിരുന്നു. മീര വഴി പഴയ ഒരു സ്കൂട്ടർ അവൾ സ്വന്തമാക്കി അതോടിച്ചു ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ രമേശിന്റെ കണ്ണുകളിൽ ഒരു തിളക്കം അനുഭവപ്പെട്ടു. പക്ഷേ അവനത് പുറത്തു കാണിച്ചില്ല. അവളുടെ ഓരോ മാറ്റവും അയാൾ മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ പഴയ സിന്ധുവല്ല. കണ്ണീരും പരിഭവവും അസുഖങ്ങളും നിറഞ്ഞ സിന്ധു ഇപ്പോഴില്ല. ഇപ്പോഴത്തെ സിന്ധു പഴയതിനേക്കാൾ സുന്ദരിയും ആരോഗ്യവതിയും ചുറുചുറുക്കുള്ളവളുമാണ്. തന്നിൽ നിന്നവൾ ഓരോ ദിവസവും അകന്നുപോകുന്നുണ്ടോ? അയാൾ സ്വയം ചോദിച്ചു. പക്ഷേ അവളോട് ചെയ്തത് അല്പം കടന്നുപോയെന്നുള്ള സത്യം അയാളുടെ മനസ്സിൽ കിടന്നു വെമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ ഈഗോ അയാളെ അവളോടൊന്നും തുറന്നു സംസാരിക്കാൻ അനുവദിച്ചില്ല. സിന്ധുവിന്റെ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും വളരെ പെട്ടെന്നായിരുന്നു. അവൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാതിരുന്ന അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ചെയ്തു തീർക്കാനുള്ള അവളുടെ മനസ്സിന്റെ വെമ്പലായിരുന്നു. രമേശിന്റെ പരിഹാസങ്ങൾക്കും അവഗണനയ്ക്കും മറുപടി നൽകാതെ അവൾ തന്റെ സ്വപ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സിന്ധൂസ് ഹോം മെയ്ഡ് പിക്കിൾസ് എന്ന പേരിൽ അവൾ തുടങ്ങിയ ആ കൊച്ചു സംരംഭം സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ വലിയൊരു വിജയമായി മാറി. സിന്ധുവിന്റെ അച്ചാർ ബിസിനസ് പച്ചപിടിച്ചു വരികയാണ്. ഒരു ദിവസം അവൾക്കൊരു വലിയ എക്സ്പോർട്ട് കമ്പനിയിൽ നിന്ന് വലിയൊരു ഓർഡർ ലഭിക്കുന്നു. അതിന്റെ കരാർ ഒപ്പിടാൻ അവൾക്ക് ടൗണിലെ ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് പോകണം. അതേ ദിവസം തന്നെ രമേശിന്റെ ഓഫീസിലൊരു പ്രധാനപ്പെട്ട പാർട്ടിയുണ്ട്. കുടുംബസമേതം വരണമെന്ന് രമേശിന് നിർബന്ധമുണ്ട്. രമേശ് പതിവ് പോലെയുള്ള ധാർഷ്ട്യം പുറത്തെടുക്കാതെ എന്നാൽ ഗൗരവം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ സിന്ധുവിനോട് പറഞ്ഞു, ആ അച്ചാർ കച്ചവടമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് വൈകുന്നേരം നീ എന്റെ കൂടെ പാർട്ടിക്ക് വരണം. എന്റെ ബോസിന്റെ മുന്നിൽ എനിക്ക് അന്തസ്സായി നിൽക്കണം. സിന്ധു ശാന്തമായി മറുപടി നൽകി, എനിക്കിന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡീൽ സൈൻ ചെയ്യാനുണ്ട് രമേശേ, എനിക്ക് വരാൻ കഴിയില്ല. രമേശ് ദേഷ്യപ്പെട്ട് അവളുടെ അച്ചാർ ഭരണികൾ തറയിലിട്ട് പൊട്ടിക്കുന്നു. ഇതാണോ നിന്റെ വലിയ കാര്യം? വെറും അച്ചാർ വിൽക്കുന്നവളായി എന്റെ അന്തസ് കളയാൻ ഞാൻ സമ്മതിക്കില്ല. പൊട്ടിയ ഭരണികൾക്ക് മുന്നിൽ സിന്ധു കരഞ്ഞില്ല. പകരം അവൾ ചിതറിക്കിടക്കുന്ന അച്ചാറുകൾ നോക്കി പറഞ്ഞു, നിങ്ങളീ പൊട്ടിയത് എന്റെ സ്വപ്നങ്ങളെയാണ്. പക്ഷെ ഒന്നുണ്ട് രമേശേ, ഈ മണം നിങ്ങളുടെ കയ്യിൽ നിന്ന് അത്ര വേഗം പോവില്ല. ഇതുപോലെ തന്നെയാ എന്റെ കഴിവും. നിങ്ങൾ എന്നെ എത്ര അടിച്ചമർത്തിയാലും അത് പുറത്തുവരും. സിന്ധു ഇറങ്ങിപ്പോയി. അവൾ തന്റെ ബിസിനസ് മീറ്റിംഗ് വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് പോയ രമേശിന് അവിടെ മറ്റൊരനുഭവമുണ്ടായി. ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ചു രമേശിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധുവിന്റെ വലിയൊരു ഫാനാണ്. സിന്ധുവിന്റെ പിക്കളാണ് ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് കൈപുണ്യമാണതിന്. തന്റെ ഓഫീസിലെ ആരോ ബോസിന് സിന്ധു അച്ചാർ വിൽക്കുന്നതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ആരറിയാനാണ്? രമേശ് പല്ലിറുമി. അന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞു സിന്ധു തിരിച്ചെത്തിയപ്പോൾ വീട് നിശബ്ദമായിരുന്നു. രമേശ് നേരത്തെ എത്തിയിട്ടുണ്ട്. അവൻ ഇരുട്ടത്ത് ബെഡിൽ തലയ്ക്ക് കൈകൊടുത്ത് കിടക്കുകയാണ്. അമിതമായ ജോലിഭാരവും ടെൻഷനും കാരണം അവന് കടുത്ത തലവേദന അനുഭവപ്പെടുകയാണ്. പണ്ട് സിന്ധു ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പരിഹസിച്ച അതേ അവസ്ഥ ഇന്ന് അവനെ തളർത്തിയിരിക്കുന്നു. പഴയ അവഗണനകൾ ഓർത്ത് അവൾക്ക് മുറിയടച്ചു മാറി നിൽക്കാമായിരുന്നു. പക്ഷേ സിന്ധു അങ്ങനെ ചെയ്തില്ല. അവൾ പതുക്കെ അടുത്തേക്ക് ചെന്ന് ജനാലകൾ തുറന്നു. മുറിയിലെ വെളിച്ചം കുറച്ചു. അവൾ അടുക്കളയിൽ പോയി അവന് പ്രിയപ്പെട്ട രീതിയിൽ ഒരു നല്ല കടുപ്പത്തിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അവന്റെ നെറ്റിയിൽ പതുക്കെ തലോടുമ്പോൾ രമേശ് കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ വേദനയും ഒപ്പം കുറ്റബോധവും നിറഞ്ഞിരുന്നു. രാത്രിയിൽ രമേശിന് മരുന്നും ഭക്ഷണവും നൽകി അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ക്ഷീണം കൊണ്ട് സിന്ധു കട്ടിലിന്റെ തൊട്ടു താഴെ തറയിൽ തന്നെ ഉറങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ വേദന കുറഞ്ഞ് രമേശ് ഉണർന്നു. തന്റെ അരികിൽ തളർന്നുറങ്ങുന്ന സിന്ധുവിനെ അവൻ നോക്കി. അവൻ അന്നാദ്യമായി അവളോട് സഹതാപം തോന്നി. അവൾക്ക് വയ്യാതായപ്പോൾ താൻ ചെയ്തത് വളരെ ക്രൂരതയാണെന്നു അവന് തോന്നി. പക്ഷേ അവൾ തന്നോടിപ്പോൾ ചെയ്തതോ? അവളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും കടിഞ്ഞാണിട്ട താൻ എന്തൊരു മനുഷ്യനാണ്. അയാൾ ആത്മപരിശോധന നടത്തി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ അവളുടെ ബാഗ് മേശപ്പുറത്തിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു.
അതിൽ നിന്നും ഒരു പേപ്പർ പുറത്തേക്ക് നിൽക്കുന്നു. അതെന്താണെന്നറിയാനുള്ള കൗതുകത്തിൽ അയാൾ ആ പേപ്പർ പതുക്കെ ബാഗിൽ നിന്നും പുറത്തേക്കെടുത്തു. അതൊരു ബാങ്ക് ഫോമായിരുന്നു. അവൻ ആ ഫോം എടുത്തു വായിച്ചു. ഗ്യാരണ്ടർ എന്ന കോളത്തിൽ തന്റെ ഒപ്പിനായി അവൾ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അവളെ ഇത്രമാത്രം തരം താഴ്ത്തിയ തന്നോട് അഭിമാനമുള്ള ഒരു പെണ്ണും ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിക്കില്ല. താൻ അവളെ മാനസികമായി തളർത്തിയപ്പോൾ അവൾ തന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു. രമേശ് ഒന്നും ആലോചിച്ചില്ല. വിറയ്ക്കുന്ന കൈകളോടെ ആ ഫോമിൽ അവൻ ഒപ്പിട്ടു. പിറ്റേന്നു രാവിലെ സിന്ധു ഉണരുമ്പോൾ രമേശ് അടുക്കളയിലായിരുന്നു. അവൾ ബാഗ് തുറന്നപ്പോൾ ആ ഒപ്പിട്ട ഫോം കണ്ട് സ്തംഭിച്ചുപോയി. സിന്ധുവിന്റെ കയ്യിൽ ആ ലോൺ ഫോം ഇരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ബാങ്ക് മാനേജർ വിളിച്ച് തിരക്കുന്നുണ്ട്. പക്ഷേ രമേശിനോടത് ചോദിക്കാൻ അവൾക്കൊരു മടി. തന്റെ സ്വപ്നങ്ങളെ എപ്പോഴും പുച്ഛിച്ചിട്ടുള്ള അദ്ദേഹത്തിന് മുന്നിൽ കൈ നീട്ടാൻ അവളുടെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. അവൾ ആ ഫോം തന്റെ ബാഗിന്റെ ഏറ്റവും അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. രമേശ് അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ രമേശ് ചായയുമായി വരികയാണ്. പണ്ട് നിനക്ക് വയ്യാതെ കിടന്നപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. പക്ഷെ നീ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഈ ഒപ്പൊരു സഹായമല്ല സിന്ധു, മറിച്ചെന്റെ പ്രായശ്ചിത്തമാണ്. ഇനി നിന്റെ ഓരോ സ്വപ്നത്തിലും എനിക്കും ഒരു പങ്കുണ്ടാകണം. ആ വീടിന്റെ ഉമ്മറത്തിപ്പോൾ പഴയ മടുപ്പില്ല. സിന്ധുവിന്റെ ബിസിനസ് യാത്ര തുടങ്ങുന്നത് തന്റെ ഭർത്താവിന്റെ പൂർണ്ണമായ പിന്തുണയോടെയാണ്. മകൾ ഓടിവന്ന അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ തണലിൽ സിന്ധുവിന്റെ തലവേദന എന്ന ശാപം എന്നേക്കുമായി വിട്ടുമാറുകയായിരുന്നു.